കൊല്ലം കുളത്തൂപ്പുഴയിലേക്കാണ്. ഇനി എണ്ണപ്പന എസ്റ്റേറ്റിൽ വീണ്ടും തീ പടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. തൊഴിലാളികൾ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഓയിൽ പാം അധികൃതർ അറിയിച്ചു. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, വീണ്ടും തീപിടുത്തം എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്ത്? ഉറപ്പായും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ എല്ലാം നിയന്ത്രണ വിധേയം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ തീ വലിയ നിലയിൽ പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഇതിന്റെ ഒരു വശത്ത്, അതായത് ഒരു ഭാഗത്ത് വലിയ നിലയിൽ തീ പടരുകയാണ്. അത് കനത്ത വെയിലും ഒപ്പം തന്നെ കാറ്റും കൂടി അടിക്കുന്നതോടുകൂടി വലിയ നിലയിൽ തീ പടരുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. തൊഴിലാളികളാണ് ഇത് ആദ്യമായി കണ്ടത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയുടെ സാഹചര്യം നിലവിൽ ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ തീ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇവരുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ ഇന്നലത്തെ ിലേക്ക് പടരുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ആശങ്ക ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുകയും ചെയ്തത്. തൊഴിലാളികൾ ഇവിടെ വൃത്തിയാക്കാനായി എത്തിയപ്പോഴാണ് ഇത് കണ്ടത്. അതിന് പിന്നാലെ ഇതിൽ ഈ ഇന്നലെ ഉണ്ടായ തീപിടുത്തം അത് അണയ്ക്കാൻ കഴിഞ്ഞോ? പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞോ സലിം? കുളത്തൂപ്പുഴ എണ്ണപ്പന എസ്റ്റേറ്റിൽ വീണ്ടും തീ പടരുന്നു എന്ന ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾ ചേർന്നാണ് നിലവിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. തൊഴിലാളികളാണ് ഈ തീപിടുത്തം കണ്ടെത്തിയത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ഓയിൽ പാം അധികൃതർ അറിയിക്കുമ്പോഴും ഇന്നലെ മുതൽ തുടങ്ങിയ തീപിടുത്തം അത് ഒരു തരത്തിൽ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തീപിടുത്തം എന്നത് അതിലൊരു അട്ടിമറി സംശയിക്കുന്നുണ്ട് എന്ന് ഓയിൽ പാം ചെയർമാൻ ഇന്ന് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ വർഷവും ഇതേ തരത്തിൽ തീപിടുത്തം ഉണ്ടായതാണ് എണ്ണപ്പനത്തോട്ടത്തിൽ. എന്തുകൊണ്ടാണ് ഇത് തുടർച്ചയായി ഉണ്ടാകുന്നത്? ഒരു അട്ടിമറി ഉണ്ടോ എന്നൊക്കെയുള്ള സംശയം. പരാതി കൊടുക്കും എന്നതാണ് ഓയിൽ പാം ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ന് 24-നോട് വ്യക്തമാക്കിയത്. പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ് ചെയർമാൻ ആർ രാജേന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. ഇന്ന് വീണ്ടും തീപിടുത്തമുണ്ടാകുന്ന സാഹചര്യം. തൊഴിലാളികൾ നിലവിൽ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്നാൽ അത് അവർക്ക് അണയ്ക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. എത്രത്തോളം വലിയൊരു തീപിടുത്തമാണ് നിലവിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്നുള്ളത്. ഏക്കർ കണക്കിന് എണ്ണപ്പനത്തോട്ടം അതാണ് അവിടെ ഉള്ളത്. സലിം തുടരുന്നുണ്ട്. സലിം, ഇപ്പോൾ അവിടെ ഉള്ളത് തൊഴിലാളികളാണ്. അവരാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടത്. ഇന്നലത്തെ തീപിടുത്തം പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയോ സലിം? അനുജ, ഇന്നലത്തെ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. അതിനുശേഷം ഇന്ന് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് ഓയിൽ പാം അധികൃതർ അറിയിച്ചതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ജീവനക്കാർ, തൊഴിലാളികൾ തന്നെ രാവിലെ ഇവിടേക്ക് പണിക്കിറങ്ങിയതാണ്. അപ്പോഴാണ് അതിലെ ഒരു ഭാഗത്ത് നിന്ന് തീ പടർന്നത്. അത് തീ പടർന്ന നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വലിയ നിലയിൽ ആ തീ പടരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നലെ സമാനമായ ഒരു ചെറിയ തീപിടുത്തത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അത് തുടക്കത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തതോടുകൂടിയാണ് അതൊരു വലിയ ഡെപ്തിലേക്ക്, കാര്യമായി 150 ഏക്കറിലധികം കത്തി നശിക്കുന്ന നിലയിലേക്ക് അത് മാറുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ തുടക്കത്തിൽ ആ തീ അവർക്ക് തന്നെ കെടുത്താം എന്ന് കരുതിയിരുന്നതാണ്. അങ്ങനെ അവർ അണച്ചതുമാണ്. പക്ഷേ ഇപ്പോഴത് അവരുടെ കയ്യിലും നിൽക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എത്രയും വേഗം ഫയർഫോഴ്സ് തന്നെ ഇവിടേക്ക് എത്തണം എന്നാണ് പറയുന്നത്. ചേച്ചി, ഇത് നിങ്ങൾ എപ്പോഴാണ് കണ്ടത് ഇങ്ങനെ തീ പിടിക്കുന്നതായിട്ട്? രാവിലെ പുകയുന്നതാണ് കണ്ടത്. പുകഞ്ഞളവുന്നതാണ് കണ്ടത്. നമ്മള് താഴെ കുഴിയിൽ നിന്ന് വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. അതാണ്. അങ്ങനെ ഇവർ ഈ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് കണ്ടത്. നമുക്ക് കാണാൻ കഴിയും, ഇപ്പോഴാണ് തൊട്ടുപിറകിൽ തന്നെ കാണാൻ കഴിയും ആ തീ ഇങ്ങനെ പിടിക്കുകയും ആ ചേച്ചി അത് ഒരു കമ്പ് കൊണ്ട് അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ ഇന്നലെ കത്തിയത് കിടന്ന് പുകഞ്ഞ് വീണ്ടും കത്തിയതാണ്. പക്ഷേ അപ്പോഴേക്കും അതൊരു വലിയ നിലയിലേക്ക് പോകും. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഫയർഫോഴ്സുകൾ ഉണ്ട്. പക്ഷെ അവർക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചിട്ടുമില്ല. ചേച്ചി, എപ്പോഴാണ് നിങ്ങൾ ഇത് അണയ്ക്കാൻ തുടങ്ങിയത്? അണയ്ക്കാൻ നമ്മളിപ്പോ 1 മണിക്കൂറാവേ ഉള്ളു. ഇത്രയും കൂടിയത് 1 മണിക്കൂറാവേ ഉള്ളു. ഇത്രയും തീ ഈ മാനേജ്മെന്റ് പ്രതിനിധികളെ അറിയിച്ചില്ലേ നിങ്ങൾ? അറിയിച്ചേ. അവര് രാവിലെയൊക്കെ വന്ന് നോക്കിയപ്പോ ഈ പോയൊക്കെ ഉള്ളായിരുന്നു, തീ കത്തിയില്ല. അപ്പൊ ഇത്രയും വഷളാവുമെന്ന് അവരറിഞ്ഞില്ല. ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തൊരു സാഹചര്യം ഉണ്ട്. അനുജ, അങ്ങനെയാണ്. അതായത് തുടക്കത്തിൽ ഇവർ തന്നെ സ്വന്തം നിലയിൽ അണയ്ക്കാം എന്ന് കരുതിയതാണ്. ഇപ്പോൾ കുറച്ച് വെള്ളങ്ങളുമായി തൊഴിലാളികൾ തന്നെയാണ് അത് അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. കാരണം ഇന്നലെ തീ പിടിച്ചതും സമാനമായ ഇങ്ങനെ ഒരു ചെറിയ തുടക്കമായിരുന്നു. തൊട്ടപ്പുറത്ത് അല്പസമയം മുൻപാണ് ഇവരുമായി ബന്ധപ്പെട്ട ഓയിൽ പാമിന്റെ അധികൃതർ എല്ലാവരും വന്ന് ചർച്ച നടത്തിയത്. അതിനുശേഷം തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇവിടെ ഫയർഫോഴ്സ് മുഴുവൻ സമയവും കാവലുണ്ടാകും എന്ന് അറിയിച്ചിരുന്നതുമാണ്. തൊട്ടപ്പുറത്ത് ഫയർഫോഴ്സ് ഉണ്ട്. പക്ഷേ അവർ ഇവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ഈ തീ ഫയർഫോഴ്സ് എത്തി അണച്ചാൽ വളരെ വേഗത്തിൽ വലിയ പരിക്കുകളില്ലാതെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. പക്ഷേ അല്പസമയം കൂടി വൈകിയാൽ അത് ഇന്നലത്തേതിന് സമാനമായ ഒരു സ്ഥിതിയിലേക്ക്
ആ ആശങ്ക ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ കാണാൻ കഴിയും ഏകദേശം ഒരേക്കർ, കൃത്യം ഒരേക്കർ വരില്ലെങ്കിൽ പോലും ഒരു ഒരേക്കറിനടുത്ത് പ്രദേശം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില സ്ഥലങ്ങൾ കത്തുകയുമാണ്. നല്ല വെയിലുണ്ട്, ഒപ്പം തന്നെ നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് അത് ഇവരെ കൊണ്ട് കഴിയുമോ എന്നുള്ളതൊരു സംശയമാണ്. ചേട്ടാ, ഇത് നിങ്ങളെ കൊണ്ട് മാത്രം ഇപ്പോ കയ്യിൽ നിൽക്കുന്നതല്ല എന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. നമ്മളെ കയ്യിൽ നിൽക്കില്ല. നമ്മൾ നിൽക്കുന്നതിന് പരമാവധി ശ്രമിച്ചു നോക്കി, ഒരു രക്ഷയില്ല. തീ അടുത്തോട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് കാട്, പുക, നമ്മളെ കൊണ്ട് പരമാവധി മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോഴും ശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ട്, ഈ കയറ്റമാണ്. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേക ശ്വസിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തലവേദന അങ്ങനെയുള്ള വിമഷ്ടങ്ങളും എല്ലാം ഉണ്ട്. ഇതൊരു ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ ഇത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് പക്ഷേ നമ്മളെ ഒക്കുന്നതിന്റെ പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ താഴേക്ക് വിവരം അറിയിച്ചില്ലേ? അല്ല, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് അനുജ തൊട്ട് താഴെ നമ്മൾ ഇവിടെ നിന്നും ഞങ്ങൾ തന്നെ ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, ഞങ്ങൾ തൊട്ടപ്പുറത്ത്, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായതിന്റെ നാശനഷ്ടങ്ങളൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു വലിയ പുക, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊരു വലിയ പുക ഞങ്ങൾ കണ്ടതാണ്. കണ്ടപ്പോഴാണ് അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഈ തൊഴിലാളികൾ ചേർന്ന് ഇവിടെ തീ അണയ്ക്കുന്നതും ഈ തീയും കണ്ടത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ആ സമയത്ത് ഫയർഫോഴ്സ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ ഇവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം, അവർ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് അണയ്ക്കാനായുള്ള ശ്രമമായിരുന്നു അവിടെ നടത്തിയത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ അതിനുശേഷം ഫയർഫോഴ്സ് അധികൃതരെയും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ അവർ കൂടി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം വലിയ കാറ്റാണ്, ഒപ്പം വെയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തീപ്പൊരി പറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വീണാൽ പോലും ഒരു വലിയ അത്യാഹിതത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാര്യം അത്രയും വലിയ പുക ഇവിടെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെയുള്ളത്. അതേസമയം ഇന്നലെ 150 ഏക്കറിലധികം പ്രദേശമാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. അതിൽ ഈ ചെറിയ എണ്ണപ്പനകളുടെ തൈ, 2 വർഷം മാത്രം പ്രായമുള്ള എണ്ണപ്പന തൈകൾക്കിടയിലായിരുന്നു ആ തീപിടുത്തം ഉണ്ടായത്. ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കിയതാണ്. അതിനുശേഷവും ചില്ലറക്ക് അവിടെയും ഇവിടെയും ഒക്കെ ആയി ചെറിയ ചെറിയ പുകച്ചിലുകൾ അനുഭവപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ആ പുക ഇവിടെ കിടന്നാണ് വീണ്ടും കത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ശരി, കൊല്ലം കുളത്തൂപ്പുഴ എണ്ണപ്പന എസ്റ്റേറ്റിൽ വീണ്ടും തീ പടരുന്നു. തൊഴിലാളികൾ ചേർന്ന് നിലവിൽ തീയണയ്ക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഇപ്പോഴവിടെയില്ല, അവർ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.